പേടിയുണ്ടോ മക്കളെ? അച്ഛനും അമ്മയും പൊയ്ക്കോ, ഞങ്ങൾ കിടന്നോളാം. എന്തെങ്കിലും ശബ്ദം കേട്ടാ വിളിക്കണം, അല്ലാതെ ജനലും വാതിലും തുറക്കാൻ നിൽക്കണ്ട. മനസ്സിലായോ? ചെല്ല്. നീ കിടക്കുന്നില്ലേ മോളെ? ഇനി കിടന്നാലും ഉടനെ ഒന്നും ഓർക്കാൻ വരില്ല ചേച്ചി. ചേച്ചി പോയി കിടന്നു. തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടത്. എന്നാലും ആരായിരിക്കും അത്? ദേ, അച്ഛൻ പറഞ്ഞ നീ കേട്ടല്ലോ. ജനല് തുറന്ന് നോക്കാനൊന്നും പോവണ്ട. ഇല്ല, ചേച്ചി പോയി കിടന്നു. മാഷേ, അത് അയാളുടെ ആൾക്കാരായിരിക്കോ? ആരുടെ? വേറെ ആരുടെയാ? ആ അലക്സാണ്ടറുടെ തന്നെ. ഏയ്, അങ്ങനെ വരാൻ വഴിയില്ല. ഇതേതോ കള്ളന്മാരാ എന്ന് തറപ്പിച്ച് പറയാൻ പറ്റുമോ? മാഷ് ഇന്നല്ലേ ആ പയ്യനെതിരെ മൊഴി കൊടുത്തത്. അതിന്റെ വൈരാഗ്യം അവർക്കുണ്ടാകും. എന്തും ചെയ്യാൻ മടിക്കാത്തവരാ. ആലോചിച്ചിട്ട് എനിക്ക് പേടി തോന്നുന്നു. ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഇതിനൊന്നും ഇറങ്ങി തിരിക്കണ്ടെന്ന്. അവരോടൊക്കെ പിടിച്ചു നിൽക്കാനുള്ള കെൽപ്പ് നമുക്കുണ്ടോ മാഷേ? നമുക്ക് 2 പെൺകുട്ടികളാ, അത് മറക്കരുത്. താൻ ഇനി കൂടുതലൊന്നും പറയണ്ട. പറയാൻ പോകുന്നതൊക്കെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാവും. അതുകൊണ്ട് താൻ പോയി കിടന്നുറങ്ങ്. അതല്ല മാഷേ, മാഷ് കേസ് കൊടുത്തത് കാരണം ശിക്ഷ അനുഭവിക്കാൻ പോകുന്നത് അലക്സാണ്ടറുടെ മകനാ. മകൻ ജയിലിലാവുമ്പോ ഏതച്ഛനും അത് സഹിക്കാൻ കഴിയാ. അതുകൊണ്ട് അയാൾ ചിലപ്പോ നോട്ടം ഇടുന്നത് നമ്മുടെ മക്കളെ തന്നെയാവും. ആവില്ലെന്ന് എന്താ ഉറപ്പ്? നമ്മൾ കോളേജിൽ കിടന്ന് എന്തൊക്കെ അലമ്പ് കാട്ടിയിരിക്കുന്നു. എതിർചേരിയിലുള്ളവരെ കുത്തിയിട്ടുണ്ട്, പെൺകുട്ടികളെ അപമാനിച്ചിട്ടുണ്ട്, അതും പരസ്യമായി തന്നെ. കഞ്ചാവ് ഉൾപ്പെടെയുള്ള മയക്കുമരുന്നുകൾ ക്യാമ്പസിൽ യഥേഷ്ടം വിതരണം ചെയ്തിട്ടുമുണ്ട്. അന്നൊക്കെ ഒരു തെണ്ടി നമ്മളെ ചോദ്യം ചെയ്തിട്ടില്ല. പക്ഷെ ഇപ്പോ ഈ നിസ്സാര പ്രശ്നത്തിന്റെ പേരില് ആളും തരവും തിരിച്ചറിയാതെയാ പ്രൊഫസർ കളിക്കുന്നേ. തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ അയാൾക്ക് മനസ്സിലാവും നീന്താൻ തുടങ്ങിയ പുഴയ്ക്ക് ആഴം എത്രയുണ്ടെന്ന്. പ്രൊഫസർക്ക് മാത്രമല്ല, അങ്ങേരുടെ ഇളയ സന്താനമൊന്നുണ്ടല്ലോ, അവൾ ആളൊരു കാന്തോരിയ. നിനക്കെതിരെ ചില പരസ്യ പ്രസ്താവനകൾ അവൾ പുറപ്പെടുവിക്കുന്നത് ഞാൻ കേട്ടതാ. അത് നിന്റെ പെങ്ങളുടെ പ്രസൻസിൽ. കളിക്കട്ടാ, ഇപ്പൊ സമയം അവർക്ക് അനുകൂലം എന്ന് കരുതി ഭ്രമണം ചെയ്യുന്ന ഗ്രഹങ്ങള് എപ്പോഴും ഒരാൾക്ക് സ്വന്തമാകണമെന്നില്ല. അത് നമുക്ക് അനുകൂലമായും വരും. എന്താടാ കാര്യങ്ങൾ? പ്രൊഫസറെ മക്കളെ നീ ഏതാണ്ടൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞാണല്ലോ പോയത്. അതെ, പറഞ്ഞത് പ്രവർത്തിച്ചു. പക്ഷെ കൂടുതലൊന്നും വരട്ടാൻ പറ്റിയില്ല. അപ്പോഴേക്കും പ്രൊഫസർ ഉണർന്നു കഴിഞ്ഞു. ആ, നിങ്ങൾ വാ, നമുക്ക് അവിടെ വരെ ഒന്ന് പോവാം. ആ പ്രൊഫസറുടെ വീട് വരെ വാടാ. നീ വണ്ടി എടുക്കും. ആയിക്കോട്ടെ. ഓക്കേ ഗൈസ്, ഓക്കേ മാൻ, ലെറ്റ്സ് ഗോ. Come on!
മതിയുടെ കുറിച്ച്. മാഷേ, എന്താ ഒരു ശബ്ദം കേട്ടത്? താൻ കിടന്നോ, ഞാനൊന്ന് പോയി നോക്കിട്ട് വരാം. വേണ്ട, ഞാനും വരാം. എന്നാ വരൂ. മാഷേ, വേണ്ട വേണ്ട, എന്തെങ്കിലും കേട്ട ഉടനെ വാതിൽ തുറക്കാൻ നിൽക്കുക. എന്ന് പറഞ്ഞാ എങ്ങനെയാ, എന്താന്ന് അറിയണ്ടേ? വേണ്ട മാഷേ. അച്ഛാ, അച്ഛാ, എന്താ അച്ഛാ? എന്തോ വീണോടേന്ന് ശബ്ദം കേട്ടില്ല. എന്താന്നറിയാൻ വാതിൽ തുറക്കാൻ ഇവിടെ സമ്മതിക്കണ്ടേ? ഞാൻ തുറക്കാം. വേണ്ട അച്ഛാ, വേണ്ട വേണ്ട മാഷേ. ഡോ പ്രൊഫസറെ, സത്യസന്ധനായ അധ്യാപക, ധീരനായ അധ്യാപക, ധൈര്യം ഉണ്ടെങ്കിൽ താൻ വാല് തുറന്ന് വാടോ. ഞാൻ തുറക്കാൻ പോവാ. അയ്യോ, വേണ്ടെന്ന് പറഞ്ഞ കേൾക്കില്ല വേണ്ടെന്ന് ചേച്ചി. പറഞ്ഞാ ആരെന്ന് അറിയണ്ടത്? ഇടോ കഥ തുറന്ന് നോക്കടോ, ഞങ്ങളിവിടെ എന്താ ചെയ്തു വെച്ചിരിക്കുന്നതെന്ന്. എന്നിട്ട് നാളെ ഇതും കൂടി ചേർത്ത് കേസ് ഫയൽ ചെയ്യും. കേട്ടോ മാതൃക അധ്യാപക. ഒരു അധ്യാപകൻ. ഡോ കങ്കാരു, ധൈര്യം ഉണ്ടെ കഥ തുറന്ന് നോക്കടോ. എടാ ജോയി, കോടതി വെച്ച് പ്രൊഫസറുടെ പെർഫോമൻസ് എന്തായിരുന്നു? നാം ഇറങ്ങിപ്പോയോ? ആര്യാ ഈ പാതിരാത്രിക്ക് വിളിക്കുന്നത്? പോലീസിനെ. മാളത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വേണം. വേണ്ട അച്ഛാ, ഇനി പോലീസും കേസും വഴക്കൊന്നും വേണ്ട. അതെ, തന്റെ സുന്ദരികളായ പുത്രികളോട് ഉണ്ടോ ഗുരുവേ? ഇതങ്ങനെ വെറുതെ വിട്ടാൻ പറ്റില്ല. ഇവനേക്ക് ഒരു പാഠം പഠിപ്പിക്കണം. വേണ്ടെന്നല്ലേ പറഞ്ഞത് മാഷേ. ദോഷം പറയരുതല്ലോ. അച്ഛാ, അവന്മാര് കിടന്ന് കൂവിട്ട് പോട്ടെ. ദേവയാനി, കല്യാണി, ഇങ്ങോട്ട് ഇറങ്ങി വാ മക്കളെ. അണ്ണന്മാരൊന്ന് കാണട്ടെ. ഇടോ പ്രൊഫസർ കങ്കാരു, വാതിൽ തുറക്കാൻ പേടിയാണെങ്കിലേ ജനാല തുറന്നാലും മതി. തന്റെ തിരുമൊന്ന് കാണാനൊന്നുമല്ല, താൻ ഒക്കത്ത് വെച്ച് നടക്കുന്ന തന്റെ പുത്രിമാരായ സുന്ദരികളുടെ മുഖം ഒന്ന് കാണാനാ. ഈ സുന്ദരമായ രാത്രിയിൽ അവളുമാരുടെ മുഖം ഒന്ന് കണ്ടിട്ട് ഞങ്ങൾ തിരികെ പൊക്കോളാം മാഷെ. ഇല്ലെങ്കിൽ താൻ കേട്ടല്ലോ ഇത്. മര്യാദക്ക് പാലൂർന്ന് ഇറങ്ങി വന്നില്ലെങ്കിൽ ഇതെല്ലാം ചവിട്ടി പൊട്ടിക്കും ഞങ്ങള്. താൻ എന്താടോ പേടിച്ചിരിക്കുന്നേ? ധൈര്യം ഉണ്ടെങ്കിൽ ഇറങ്ങി വാടോ. എടോ കഥ ഓർക്കാൻ പറഞ്ഞ അല്ലെങ്കിൽ മതിയടാ, വന്നേ. എടാ കങ്കാരു, താൻ ഓർത്തോ, എന്നെ ജയിലിൽ അടച്ചിട്ട് തനിക്കും കുടുംബത്തിനും ഈ നാട്ടിൽ സുഖമായിട്ട് ജീവിക്കാൻ പറ്റത്തില്ല. വേട്ട കുടുംബത്തോടാ നിന്റെ കളി. സൂക്ഷിച്ചോ നീ. വാടാ. മോള് കരയാതെ. അവര് പോയല്ലോ. എന്താ ശാരദ ഇത്? നീയും കുട്ടികളെ പോലെ ആയാലോ? എത്ര ശാന്തമായിട്ട് കഴിഞ്ഞിരുന്ന വീടാ ഇത്. ഇതൊന്നും അത്ര കാര്യാക്കണ്ട. ഞങ്ങൾക്ക് പേടി അച്ഛ. ഇനി അച്ഛൻ ഒന്നിനും പോകരുത്. ഇല്ല, നിങ്ങൾ പോയി കിടക്ക്. ബാക്കിയൊക്കെ നാളെ സംസാരിക്കാം. ദേവു, ചേച്ചി വിളിച്ചോണ്ട് പോ. വാ ചേച്ചി. ചെല്ലു മോളെ. ശാരദേ, പോയി കിടന്നോളൂ. മാഷ് കിടക്കുന്നില്ലേ? ഞാൻ കുറച്ചു നേരം ഇവിടെ ഇരിക്കട്ടെ, പിന്നെ കിടന്നോളാം. ചെല്ലു. ആ, കുപ്പിച്ചില് കാലേ കൊള്ളാതെ നോക്കണേ മക്കളെ.
ദേ ഇതുകൂടെ. ആ എന്താ അമ്മ ഇത്? പാലപ്പടി പോയല്ലോ. അയ്യോ, ഞാനെന്തോ നേരം വെളുത്തിട്ടും തൻ്റെ മുഖം തെളിഞ്ഞില്ലല്ലോ ശാരദേ. എങ്ങനെ തെളിയാനാ? അച്ഛനും മക്കളും കോളേജിൽ പോയാൽ പിന്നെ നെഞ്ചിനകത്തൊരു ഭാരോ. ഇന്നലെ രാത്രി മുതൽ അത് കൂടി. കോളേജിൽ പോകുന്നതൊക്കെ കൊള്ളാം, സൂക്ഷിച്ചും കണ്ടുമൊക്കെ വേണം പോകാൻ. ഇതൊക്കെ ഒരുതരം വിരട്ടലാടോ. ഇരുട്ടിൻ്റെ മറവിൽ നിന്ന് വെല്ലുവിളിക്കുന്നവനെ ഭയപ്പെടേണ്ട കാര്യമില്ല. മാഷിന്റെ ന്യായീകരണം ഒന്ന് നിർത്ത്. എന്തു പറഞ്ഞാലും അതിനൊക്കെ മറിഞ്ഞായം പറഞ്ഞ് വായടപ്പിച്ച് കളയും. അച്ഛന്റെ കാര്യം ഓർത്തിട്ടാ ഞങ്ങൾക്ക് ഭയം. വില്യത്തിനും ഡാഡിക്കും അച്ഛനോട് തീരാത്ത പകയുണ്ട്. വിദ്വേഷം കൂടിയാൽ അതൊരിക്കൽ പൊട്ടിത്തെറിക്കും. ആ പൊട്ടിത്തെറി ചിലപ്പോൾ അച്ഛനെ അങ്ങ് കൊലപ്പെടുത്തിയെന്നും വരാം. കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ മോളെ. അച്ഛാ, എന്തൊക്കെയാ പറയുന്നേ? പിന്നല്ലാതെ, മരിക്കാതിരിക്കണമെങ്കിൽ ജനിക്കാതിരിക്കണം. ജനിച്ചാൽ എന്നെങ്കിലും ഒരിക്കൽ ആ സത്യം നമ്മളെ തേടി എത്താതിരിക്കുകയില്ല. അതിനി അവരുടെ കൈ കൊണ്ടാണെങ്കിൽ ആയിക്കോട്ടെ, അല്ലേ മോളെ? ആഹാ, രണ്ടാളും കരയ്യ. അച്ഛൻ വെറുതെ പറഞ്ഞതാ. പോട്ടെ, രണ്ടാളും കഴിച്ചു കഴിഞ്ഞെങ്കിൽ ഇറങ്ങാൻ നോക്കാം. എന്താണ് എന്റെ ശാരദയെ വെറുതെ ഓരോന്നാലോചിച്ച് ആദ്യ കൂട്ടണ്ട. ഇപ്പൊ പ്രഷർ നോർമലാ, ചിലപ്പോൾ അത് ഹൈ വോൾട്ടേജ് ആവും. അതുകൊണ്ട് പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുക, നെഗറ്റിവിറ്റി കംപ്ലീറ്റ് എടുത്തു കളയുക. പോ മക്കളെ. അമ്മേ, പോയിട്ട് വരട്ടെ അമ്മേ. ആ വാ. പാവം, നന്നായി പേടിച്ചിട്ടുണ്ട്. ചേട്ടാ തീപ്പെട്ടി. ആ നമസ്കാരം സാർ. ആ നമസ്കാരം. നമസ്കാരം സാർ. നമസ്കാരം. ആ താനെന്നാത്തിയേ? ഇന്നലെ. കുറഞ്ഞതൊരു 5 വർഷമെങ്കിലും ആയിട്ടുണ്ടാവില്ലേ താൻ വന്നിട്ട്? നല്ല ഓർമ്മശക്തി. കറക്റ്റ് 5 വർഷമായി.
ഇനി മണലാരണ്യത്തിലേക്ക് പോകണ്ടെന്ന് തീരുമാനിച്ചിരിക്കുക. എത്ര കാലം എന്ന് വെച്ചാൽ സാറേ നമ്മുടെ നാടും വീടും ഒക്കെ വിട്ടു നിൽക്കുക. ആട്ടെ, സാറിൻ്റെ ഈ പതിവ് പരിപാടി ഇനിയും നിർത്തിയില്ലേ? ഞാൻ ദേ ഇവരെ ഇത്ര ഉള്ളപ്പം മുതൽ കാണുക. അന്ന് മുതൽ അച്ഛനും മക്കളും ഒരേ കുടക്കീഴിലാണ് സഞ്ചരിക്കാൻ. പറക്കമുറ്റിയപ്പോഴെങ്കിലും ഇവരെ ഒന്ന് സ്വതന്ത്രരാക്കിക്കൂടെ സാറേ? ആര് പറഞ്ഞു ഇവര് പറക്കമുറ്റിന്ന്? ഇപ്പോഴും ഒരു കുഞ്ഞുങ്ങളാടും. അത് സാറിൻ്റെ ന്യായം. പക്ഷേ ഇവർക്ക് അച്ഛൻ്റെ പിടിവിട്ട് പുറത്തു പോകണമെന്നൊക്കെ ആഗ്രഹം കാണുമല്ലോ. എന്താ ഇല്ലേ? എന്റെ മക്കൾ എന്നെ വിട്ടെങ്ങും പോവില്ലടോ. ഇതും പതിവ് പടിയാ സാറേ. മേനോൻ സാറിന് ഒരു സിഗരറ്റ്, കുട്ടികൾക്ക് ഓരോ മിഠായി. എന്ന് കരുതി ചെയിൻ സ്മോക്കിംഗ് ഇല്ല കേട്ടോ. ഇവിടെ വരുമ്പോൾ മാത്രമേ ഉള്ളൂ ഇങ്ങനൊരു ദുശീലം. ചെറുപ്പം മുതലുള്ള പതിവാ, ഇതുവരെ തെറ്റിച്ചിട്ടില്ല. ഇങ്ങനെ ദിനചര്യകളിൽ മാറ്റം വരുത്താത്ത ഒരാളെ ഞാൻ ആദ്യമായിട്ട് കാണുക. സാറിന് സമ്മതിച്ചു തന്നിരിക്കുന്നു. മക്കളെ, വണ്ടി വരുന്നു. സമയം കിട്ടുമ്പോ വിശദമായിട്ട് സംസാരിക്കും. മേനോ സാറിന്റെ കാര്യം ബഹുരസം തന്നെ ചേട്ടാ. കെട്ടുപ്രായം എത്തി അങ്ങനെ പിള്ളേർക്ക്, എന്നിട്ടും ഒക്കെ തോച്ചോണ്ട് നടക്കുക. ആവശ്യത്തിന് പോലും അങ്ങനെ തറവാട്ടിലേക്ക് ആമ്പിള്ളേരെ കയറില്ലെന്നേ. കയറ്റി ആളുമാരെ കുത്തിക്കൊണ്ട് പോയാലോ? ചുമ്മാ ആണോ അങ്ങനെ പ്രൊഫസർ കങ്കാരു എന്ന് വിളിക്കുന്നത്? അയാൾ ഈ യുഗത്തിൽ ജീവിക്കേണ്ട ആളൊന്നുമല്ല. അയാൾ എങ്ങനെയുള്ളൂ ജീവിച്ചോട്ടെ, അതിൽ നിനക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. അന്തസ്സായി ജീവിക്കുന്നവരെ കാണുമ്പോൾ നിനക്കൊക്കെ കണ്ണിടിയാ. കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. എടുത്തിയാട്ടവാ സാറ് കാട്ടിയത്. അലക്സാണ്ടറെ പോലൊരാളോട് കൊമ്പ് കോർക്കാൻ നമ്മളെ കൊണ്ടാവൂ? എന്തുകൊണ്ടാവില്ല? നമ്മുടെ ഭാഗത്തല്ലേ ന്യായം. അപ്പോൾ നമ്മൾ പിടിക്കുന്നിടത്തല്ലേ പിടി നിൽക്കേണ്ടത്. അല്ലാണ്ട് തെറ്റ് ചെയ്തവന്റെ ഭാഗത്തേക്ക് നമ്മൾ ചായണോ സാർ? വളഞ്ഞ വഴി സാറിന് അറിയില്ല. എന്നും വളഞ്ഞ വഴി മാത്രം അറിയാവുന്നവരാ അവര്. നമ്മൾ ചിന്തിക്കാത്തതായിരിക്കും അവര് നമുക്കെതിരെ ചെയ്യുന്നത് എന്ന് കരുതി ഭയന്ന് മൂലയിൽ ഒളിക്കാൻ എന്നെ കൊണ്ടാവില്ല. ഒളിക്കണമെന്നാരും പറഞ്ഞതുമില്ല. സാറിനറിയാമല്ലോ, ഈ കോളേജിന്റെ ചരിത്രത്തില് വില്യം പേട്ടയെ പോലെ കംപ്ലൈന്റ് ഉണ്ടാക്കിയ ഒരു സ്റ്റുഡന്റ് ഉണ്ടായിട്ടില്ല. എന്തൊക്കെ വൃത്തികേടുകളാണ് അയാൾ കാട്ടിക്കൂട്ടിയിട്ടുള്ളത്. എന്നിട്ട് പ്രിൻസിപ്പാളായ ഞാൻ പ്രതികരിച്ചോ? ഇല്ല. അതെന്റെ കഴിവുകേടുകൊണ്ടല്ല. പിന്നെയോ, നമ്മളെപ്പോലുള്ളവർക്ക് കളിക്കാൻ പറ്റിയ വിത്തല്ല വില്യം പേട്ട എന്ന തിരിച്ചറിവുള്ളതുകൊണ്ടാ. എന്നെ കൊണ്ട് അതിന് കഴിയില്ല സാർ. തെറ്റ് കണ്ടാൽ പ്രതികരിക്കാനേ പഠിച്ചിട്ടുള്ളൂ. അതിന്റെ ഫലം മറ്റൊരു ദുരന്തമാണെങ്കിൽ അനുഭവിക്കുക, അത്ര തന്നെ. ഞാൻ പോട്ടെ സാർ. ചേച്ചി, ചേച്ചി ക്ലാസ്സിലേക്ക് പൊയ്ക്കോ. എനിക്ക് അത്യാവശ്യമായിട്ട് ഒരാളെ കാണാനുണ്ട്. അതാരാ ആള്? എന്റെ നോവലിന്റെ ആദ്യ വായനക്കാരൻ മിസ്റ്റർ ശിവൻ. ഈ ക്യാമ്പസിന്റെ ഒഴിഞ്ഞ കോണിലോ ലൈബ്രറിയിലോ അവിടെ എവിടെങ്കിലും കക്ഷി കാണും. സാഹിത്യകാരനും സാഹിത്യകാരും കാണുന്നൊക്കെ കൊള്ളാം. വിഷയം സാഹിത്യം ആയതുകൊണ്ട് രണ്ടാളും സംസാരിച്ചങ്ങ് നിൽക്കും. ക്ലാസ് നഷ്ടപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് നോവൽ കൊടുക്കുക, നേരെ ക്ലാസ്സിലേക്ക് പോവാ. ഓക്കെ? ഓ, ഉത്തരവ്. ഹലോ, ആരുടെ പുസ്തകം കടിച്ചു പറിക്കുന്നേ? ചാർലറ്റ് ബ്രോണ്ടയുടെ. നല്ല കട്ടിയാ, വായിച്ചു കഴിഞ്ഞാരാ? അയ്യോ, അത്ര കട്ടിയൊന്നും നമുക്ക് വേണ്ട. നമ്മൾ തനി നാടനാ. മേനോൻ സാറിന്റെ കേസുണ്ടായി, വലിയ അകത്താവോ? ആ വിഷയത്തിൽ രണ്ടഭിപ്രായമില്ല. കുറെ കാലത്തേക്ക് അകത്ത് തന്നെ ഉണ്ടാവും. ഓ, ഭാഗ്യം. അതോടെ ഈ ക്യാമ്പസ് ഒന്ന് ശാന്തമാവും. കോളേജിൽ നിന്ന് പുറത്താക്കിയിട്ടും കോളേജിനുള്ളിൽ വിഹരിക്കായിരുന്നല്ലോ റാസ്കൽ. വില്യത്തിനെതിരെ സ്ട്രോങ് ആയി നിന്നതിന് മേനോൻ സാറിന് എന്റെ അഭിനന്ദനങ്ങൾ. എന്റെ അഭിനന്ദനം മകളച്ഛനെ അറിയിച്ചേരെ. ഓ, ഉത്തരവ്. അപ്പോഴേ ഈ കേസിന്റെ കാര്യം കേട്ട് കേട്ട് എന്റെ തല മരവിച്ചിരിക്കുക. എങ്ങോട്ട് തിരിഞ്ഞാലും കേസ് എന്തായി, കേസ് എന്തായി, ഇത് തന്നെയായിരുന്നു ചോദ്യം. തൽക്കാലം നമുക്ക് അതിനൊരു അവധി നൽകാം. എന്നിട്ട് നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം.
കുറെ നാളെ ഞാൻ പറയുന്നല്ലോ എന്റെ കനലാട്ടത്തെ പറ്റി. മനസ്സിൽ തോന്നിയതൊക്കെ കുത്തിക്കുറിച്ചു. ചെറുകഥയായി തുടങ്ങിയതാ, ഇപ്പൊ അതൊരു വലിയ നോവലായി. ദേവയാനി തന്നെ തന്നെ സ്വയം ഇടിച്ചു താഴ്ത്താൻ ശ്രമിക്കുമ്പോഴും ഒരു കാര്യം വ്യക്തമാണ്, തന്റെ ചെറുകഥകളിൽ പലതും കവിത പോലെ മനോഹരമാണ്. അപ്പോ നോവല് മോശമാവില്ല. അത് തീരുമാനിക്കേണ്ടത് വായനക്കാരാ. ഇന്നലെ ശരിക്കും പേറ്റുന്നോ അനുഭവിച്ചു ഞാൻ. ക്ലൈമാക്സ് എന്ന കടമ്പ കടക്കാൻ അവസാനം തീരെ തടിഞ്ഞു. അപ്പൊ ക്ലൈമാക്സും എഴുതി കഴിഞ്ഞോ? ഓവ്, ക്ലൈമാക്സ് എഴുതി കഴിഞ്ഞു എന്ന് മാത്രമല്ല, നോവലിന്റെ ആദ്യ വായനക്കാരനെ ഫിക്സ് ചെയ്തു. ശിവനാ ആ നിർഭാഗ്യവാൻ. ഭാഗ്യം പറ. തളർന്നുപോയ നോവൽ സാഹിത്യത്തിന് പുത്തൻ ഉണർവുമായി വന്ന നോവലിസ്റ്റ് കുമാരി ദേവയാനി. ആ ദേവയാനിയുടെ ആദ്യ നോവൽ കനലാട്ടം. കനലാട്ടത്തിന്റെ ആദ്യ വായനക്കാരൻ ശിവൻ. അതൊരു ഭാഗ്യം തന്നെ ആണേ. അപ്പോ നോവൽ പ്രകാശനം ചെയ്യട്ടെ? ഇപ്പൊ കയ്യിലുണ്ടോ? ആഹാ, കോപ്പി പോലും എടുക്കാതെ തരാ. സബ്ജക്ട് മോഷ്ടിച്ചേക്കരുത്. സബ്ജക്ട് നല്ലതാണെങ്കിൽ ഉറപ്പായും മോഷ്ടിച്ചിരിക്കും. എന്നാ നോവലിച്ചൊരു കൊലയാളിയാവും. നല്ലൊരു അഭിപ്രായത്തിന് പുറമെ നല്ലൊരു വിമർശനവും പ്രതീക്ഷിച്ചോട്ടെ. തീർച്ചയായും.